ലോർഡ് ഗണേശ വയറ് നിറഞ്ഞുവരെ മിഠായികൾ കഴിച്ചു. ശേഷിച്ചിരുന്ന മിഠായികൾ എടുത്തുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. മെല്ലെ നടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി അദ്ദേഹം താഴെ വീണു. ലഡ്ഡുവും മോടകവും പോലുള്ള പലഹാരങ്ങൾ എല്ലാം 4 ദിശകളിലേക്കും ചിതറിപ്പോയി. താൻ വീണത് ആരെങ്കിലും കണ്ടോ എന്ന് ചുറ്റും നോക്കി. അത് അർദ്ധരാത്രിയായതിനാൽ ആരും ഉണർന്നിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ചിതറിപ്പോയ മിഠായികൾ ഒന്ന് എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കി. അവിടെ ചന്ദ്രൻ നിന്നുകൊണ്ട് അവനെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട ഗണേശന് വളരെ കോപം വന്നു. "എന്നെ കണ്ട് നീ എന്തിന് ചിരിക്കുന്നു?" എന്ന് ചോദിച്ചു. അപ്പോൾ ചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിന്റെ വലിയ വയറും ആനമുഖവും കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു." ഇത് കേട്ടപ്പോൾ ഗണേശന് കൂടുതൽ കോപം വന്നു. കോപത്തോടെ അദ്ദേഹം ശപിച്ചു, "നീ ചെയ്ത തെറ്റിനാൽ ഇനി മുതൽ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടാതെ മറഞ്ഞുപോകും." അത് കേട്ട ആകാശം മുഴുവൻ ഇരുണ്ടുപോയി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ ചന്ദ്രൻ ഗണേശനോട് ഹൃദയപൂർവ്വം മാപ്പ് ചോദിച്ചു. അപ്പോൾ ഗണേശന്റെ കോപം കുറയുകയായിരുന്നു. അദ്ദേഹം ശാപത്തിൽ മാറ്റം വരുത്തി പറഞ്ഞു, "ഇനി മുതൽ 15 ദിവസങ്ങൾക്കിടെ നീ പതിയെ പതിയെ ക്ഷയിച്ച് ഒടുവിൽ മുഴുവൻ മറഞ്ഞുപോകും. ഒരു ദിവസം മുഴുവൻ നീ കാണപ്പെടുകയില്ല. പിന്നെ അടുത്ത 15 ദിവസങ്ങളിൽ നീ വീണ്ടും വളർന്ന് പൂർണ്ണചന്ദ്രനായി പ്രകാശിക്കും. പക്ഷേ ആ പൂർണ്ണരൂപം ഒരു ദിവസം മാത്രം നിലനിൽക്കും." ഇങ്ങനെയാണ് ചന്ദ്രന്റെ വളർച്ചയും ക്ഷയവും ഉണ്ടായത്.